പ്രിയരെ, JK ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫാം തുടങ്ങുമ്പോൾ എന്ന വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഫാമിലേക്ക് ഏത് ബ്രീഡിനെ സെലക്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും നമുക്കുള്ള ചോയ്സ് ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ HFഉം ജേഴ്സിയുമാണ്. പൊതുവിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഹോൾസ്റ്റൈൻ ഫ്രീഷ്യനാണ്. പാലിൻ്റെ ഉത്പാദനക്ഷമത കൂടുതലാണ് ഹോൾസ്റ്റൈൻ ഫ്രീഷ്യന്. ആ ഒരു കാരണം കൊണ്ടാണ് പലരും ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ പരീക്ഷിക്കുന്നത്. അതിനേക്കാൾ ഉപരി പശുക്കളെ കിട്ടാനുള്ള സാധ്യതയും ഹോൾസ്റ്റൈൻ ഫ്രീഷ്യനാണ് കൂടുതൽ. കഴിഞ്ഞ ഒരു കൊല്ലം 1.5 കൊല്ലമായി എൻ്റെ ഫാമിൽ ഞാൻ എടുത്തൊരു തീരുമാനം, പതുക്കെ ഒരു ചുവടുമാറ്റം, ജേഴ്സിയിലേക്ക് ഒരു ചുവടുമാറ്റമാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് പൂർണ്ണമായും വിജയം കണ്ടു എന്ന് പറയുന്നില്ല, എങ്കിൽ കൂടെ വിജയസാധ്യതകൾ കാണുന്നുണ്ട്. ജേഴ്സി പാലുത്പാദനം കുറവുള്ള ഒരു പശുവല്ല. ഹോൾസ്റ്റൈനുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ പാലുത്പാദനം കുറവായിരിക്കാം, പക്ഷേ ജേഴ്സിക്ക് അതിൻ്റേതായ ധാരാളം അനുകൂല ഘടകങ്ങളുണ്ട്. എന്തുകൊണ്ട് ജേഴ്സി ചൂസ് ചെയ്യണം എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. എതിരഭിപ്രായങ്ങളുണ്ടാകാം. വീഡിയോ അവസാനം വരെ കാണണം. ഞാൻ പറയുന്ന എല്ലാ പോയിൻറ്റുകളും കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം ഓരോ കർഷകരും അവരുടെ ഭൂപ്രകൃതിക്കും അവരുടെ കാലാവസ്ഥയ്ക്കുമൊക്കെ അനുസരിച്ച് തന്നെയാണ് അവരവർ തന്നെയാണ് പശുക്കളെ തിരഞ്ഞെടുക്കേണ്ടത്, ബ്രീഡ് തിരഞ്ഞെടുക്കേണ്ടത്. എങ്കിൽ കൂടെ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന എൻ്റെ അനുഭവം പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ജേഴ്സി ചെറിയ പശുക്കളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാട്ടർ ഉപഭോഗം, വെള്ളത്തിൻ്റെ ഉപഭോഗം 32% കുറവാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഭൂമി, നമുക്ക് പുല്ല് കൃഷി ചെയ്യേണ്ട ഭൂമി HFന് വേണ്ടതിനേക്കാൾ 11% കുറവ് ഭൂമി മതി ജേഴ്സിക്ക് ഉള്ള ആഹാരം ഉണ്ടാക്കിയെടുക്കാൻ. 1 ഏക്കർ സ്ഥലമാണ് HFന് പുല്ലിന് വേണ്ടതെങ്കിൽ അത്രയും നമ്പർ ജേഴ്സിയെ നിലനിർത്താൻ നമ്മൾ 89 സെൻറ്റിൽ പുല്ല് നട്ടാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ അറിയാം, നമുക്ക് ധാരാളം ഡീസലുമൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുക ഒരു ഫാമിൽ, അതുപോലെ മെഷീനിലാണ് ഫീഡ് മിക്സ് ചെയ്യുന്നതെങ്കിൽ TMR വാഗൺ പ്രവർത്തിപ്പിക്കുക. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഫോസിൽ ഫ്യൂവൽ, നമ്മളുടെ ഡീസലിൻ്റെ ഉപഭോഗം ജേഴ്സി ഫാമുകളിൽ പൊതുവിൽ കുറവാണ്. അത് ഏതാണ്ട് 21%. ഒരുപക്ഷെ നമ്മളുടെ കൊച്ചു ഫാമുകളിൽ ഇതൊന്നും പ്രശ്നമാകില്ല, നമ്മൾ അങ്ങനെ TMR വാഗണൊന്നും ഉപയോഗിക്കുന്നില്ല. എങ്കിൽ കൂടി ഒരു അന്താരാഷ്ട്ര പഠനത്തെ ബേസ് ചെയ്ത് ഞാനിത് പറയുകയാണ്. അതുപോലെ ഹരിത വാതകങ്ങളുടെ ബഹിർഗമനം, ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷനും ജേഴ്സി ഫാമുകൾ കുറവാണ്. കാരണം ജേഴ്സി ഉൽപ്പാദിപ്പിക്കുന്ന ചാണകവും അതുവഴി ഉണ്ടാകുന്ന മീഥേൻ്റെയും ക്വാണ്ടിറ്റി കുറവാണ്. ഇനി ഞാൻ 10 കാരണങ്ങൾ അക്കമിട്ട് നിരത്താൻ പോവുകയാണ് എന്തുകൊണ്ട് ജേഴ്സിയെ ചൂസ് ചെയ്യണമെന്നത്. 1, ചെറിയ ശരീരഭാരം, അതുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ എളുപ്പം. ചെറിയ ശരീരഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ട് പശുക്കളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് വരും. അത് ഒരു സുപ്രധാനമായ കാര്യമാണ്. പശുക്കൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പശുക്കളാണ്, വളരെ ക്യൂരിയസ് ആയ പശുക്കളാണ്. കാഴ്ചയ്ക്ക് സുന്ദരികളാണ് ജേഴ്സി പശുക്കൾ. അവർ കുറച്ചുകൂടെ നമ്മളോട് ഇഴകിച്ചേരുന്നതാണ്. തീർച്ചയായിട്ടും ഒരു ടെമ്പറമെൻറ്റ്, സ്വഭാവം എന്ന് നോക്കുമ്പോൾ HF പശുക്കൾ ഒട്ടും തന്നെ പിന്നിലല്ല. പക്ഷേ ജേഴ്സി പശുക്കൾ കുറച്ചുകൂടെ നല്ല ടെമ്പറമെൻറ്റ് കാണിക്കാറുണ്ട്. അതിൻ്റെ ഭാരം കുറവായത് കാരണം അതിനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. രണ്ടാമത്തത് സ്വഭാവ ഗുണം. ജേഴ്സി പശുക്കൾ വളരെ ഫ്രണ്ട്ലി ആൻഡ് ക്യൂരിയസ്, വളരെ ക്യൂരിയസ് ആയിട്ടാണ് നോക്കുന്നത്, വളരെ ഫ്രണ്ട്ലിയാണ്. അത് ജേഴ്സിയുടെ ഒരു സ്വഭാവ ഗുണം ആയിട്ട് കരുതുന്നു. പക്ഷേ അത് HF ഒട്ടും മോശമല്ല, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ജേഴ്സിയുടെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്വഭാവ ഗുണമെന്ന് പറയാം. 3, കുറഞ്ഞ പരിപാലന ചെലവ്. ശരീരഭാരം കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫീഡ് ഇൻടേക്ക് കുറവാണ്. HFന് കൊടുക്കുന്ന അത്രയും ആഹാരം, അത്രയും ഡ്രൈ മാറ്റർ ജേഴ്സിക്ക് വേണ്ടി വരില്ല. ജേഴ്സിയുടെ ഡ്രൈ മാറ്റർ ഇൻടേക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 15 മുതൽ
ഒരു 16-17% വരെ എച്ച് എഫിനേക്കാൾ കുറവായിരിക്കും. ബോഡി വെയ്റ്റ് കുറവാണ്. പക്ഷേ നമ്മളുടെ നാട്ടിൽ കാണുന്ന ജേഴ്സി അല്ല പഞ്ചാബിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഉള്ളത്. അത് കുറച്ചുകൂടെ വലുതാണ്. നമ്മളുടെ ഇവിടുത്തെ എച്ച് എഫ് പശുക്കളുടെ വലിപ്പം തന്നെ ഉള്ള ജേഴ്സിയെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എങ്കിൽ കൂടെ എച്ച് എഫിനേക്കാൾ പരിപാലന ചെലവ് കുറവായിരിക്കും ജേഴ്സിക്ക്. ഇനി നല്ല ഫീഡ് പരിവർത്തന കാര്യക്ഷമത അത് എച്ച് എഫിനേക്കാൾ വളരെ കൂടുതലാണ് ജേഴ്സിക്ക്. നല്ല ഫീഡ് പരിവർത്തന കാര്യക്ഷമത, ഫീഡ് കൺവേർഷൻ എന്ന് പറയും. അതായത് കൊടുക്കുന്ന ഒരു യൂണിറ്റ് ഓഫ് ഫീഡിനെ പാലുൽപാദനത്തിലേക്ക് മാറ്റാനുള്ള കപ്പാസിറ്റി ജേഴ്സിക്കാണ് എച്ച് എഫിനേക്കാൾ കൂടുതൽ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും അതല്ല, എച്ച് എഫിനാണ് കൂടുതൽ, എച്ച് എഫ് കൂടുതൽ പാല് തരുന്നുണ്ട്. എച്ച് എഫിനേക്കാൾ ഫീഡ് കൺവേർഷൻ കഴിവ് കൂടുതൽ ജേഴ്സിക്കാണ്. 1 കിലോ ഫീഡ് കൊടുക്കുമ്പോൾ എച്ച് എഫ് കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ ജേഴ്സി പാലായി കൺവേർട്ട് ചെയ്യും. ഇതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നം എന്താണ്? കേരളത്തിൽ പശുക്കൾ ഉത്പാദനക്ഷമത കുറവാണ്, അത് ചെന പിടിക്കുന്നില്ല, പിന്നെ ധാരാളം മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ഹൂഫ് പ്രോബ്ലംസ് ഇതൊക്കെ വരുന്നു. ഇതെല്ലാം കേരളത്തിലെ കർഷകനെ വലയ്ക്കുന്ന പ്രശ്നങ്ങളാണ്. ഹൂഫ് പ്രോബ്ലം വരുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ അത് ചെന പിടിക്കില്ല. ഇങ്ങനെ എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാൻ പറ്റില്ല. നമ്മുടെ കാലിനനുസരിച്ച് ചെരുപ്പുണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ഫാം തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ഒരു ബ്രീഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ കാലാവസ്ഥ പശു വളർത്തലിന് യഥാർത്ഥത്തിൽ അനുകൂലമല്ല. ഞാൻ വയനാട്ടിൻ്റെയും പത്തനംതിട്ടയുടെയും ഒന്നും കാര്യം പറയുന്നില്ല, അതൊന്നും കോസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളാണ്, എനിക്കറിയില്ല. പക്ഷേ ഞാൻ കൊല്ലത്താണ് ഞങ്ങളുടെ ഫാം. ഇവിടെയൊക്കെയുള്ള പ്രധാന പ്രശ്നം ആർദ്രത, ഹ്യൂമിഡിറ്റിയാണ്. കേരളത്തിലെ ഹ്യൂമിഡിറ്റി ഒരു 84-86% വരെ പല അളവിലും പോയേക്കാം. അതുപോലെ തന്നെ വല്ലാത്ത ചൂട്. ഈ 2 കാര്യങ്ങളിലും എച്ച് എഫ് ഒരു പരാജയമാണ്. ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ ഹീറ്റ് ടോളറൻസിൽ വളരെ പിറകിലാണ്. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ടോളറൻസിലും പ്രതിരോധിക്കുന്നതിലും അത് വളരെ പിറകിലാണ്. അവിടെയാണ് ജേഴ്സി നമുക്കൊരു സൊല്യൂഷൻ നൽകാൻ പോകുന്നത്. ജേഴ്സി നമുക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ട്, ജേഴ്സിയുടെ ആർദ്രതയും ചൂടും പ്രതിരോധിക്കാനുള്ള കഴിവ് എച്ച് എഫിനേക്കാൾ വളരെ വളരെ മികച്ചതാണ്. പിന്നെ അടുത്തത് ബലമുള്ള കുളമ്പുകൾ. ജേഴ്സിയുടെ കുളമ്പുകൾ എന്തുകൊണ്ടും എച്ച് എഫിൻ്റെ കുളമ്പിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ്ങറാണ്. നമുക്ക് ഹൂഫ് പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. ലെയിംനെസ് എന്ന് പറയുന്നത് അത് എച്ച് എഫ് പശുക്കളിൽ വളരെ കൂടുതലാണ്. നമ്മളുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങാത്ത ഒരു ബ്രീഡ് കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ചൂട് വരുന്ന സമയത്ത് നമ്മൾ പശുക്കൾക്ക് കൂടുതലായി വെള്ളം ഒഴിച്ചു കൊടുക്കും. കൂടുതലായി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കുളമ്പ് സോഫ്റ്റ് ആവും. സ്വാഭാവികമായിട്ടും തേയ്മാനം കൂടും, അത് ലെയിംനെസ്സിലേക്ക് നയിക്കും. ഇതൊരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം പശുക്കൾ അണയ്ക്കും. ചൂട് കൂടുമ്പോൾ അത് താങ്ങാനാവാതെ പശുക്കൾ അണയ്ക്കും. പശുക്കൾ അണയ്ക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? എപ്പോഴും ഒരു വെള്ളത്തിൻ്റെ മയം നമ്മളുടെ ഷെഡുകളിൽ നിൽക്കും. അത് കുളമ്പിൻ്റെ ടിഷ്യൂവിനെ സോഫ്റ്റാക്കുകയും കുളമ്പിൻ്റെ തേയ്മാനം കൂടുകയും ചെയ്യും. എന്നാൽ എച്ച് എഫിന് കുറച്ചുകൂടെ ദൃഢമായ കുളമ്പുകളാണ്. അതുകൊണ്ട് തന്നെ എച്ച് എഫിൻ്റെ കുളമ്പുമായി ബന്ധപ്പെട്ട ലെയിംനെസ് അസുഖങ്ങൾ പൊതുവിൽ കുറവായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ എൻ്റെ ഫാമിൽ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എച്ച് എഫിന് ഉള്ള ഒരു പ്രശ്നവും കുളമ്പുമായി ബന്ധപ്പെട്ട് ജേഴ്സിക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നല്ല പ്രത്യുത്പാദന നിരക്ക്. ലോകത്തെ പഠനങ്ങൾ പറയുന്നത് എച്ച് എഫിനേക്കാൾ നല്ല പ്രത്യുത്പാദന നിരക്കാണ് ജേഴ്സിക്കുള്ളത്. അത് ഏതാണ്ട് 11% വരെ കൂടുതലെന്നാണ് പറയുന്നത്. അത് ശരിയുമാണ്, ആകാം. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കുറച്ചുകൂടെ ഹീറ്റ് ടോളറൻ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഹ്യൂമിഡിറ്റി ടോളറൻ്റ് ആയിട്ടുള്ളൊരു ബ്രീഡാണ് ജേഴ്സി എന്ന കാര്യം സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ കൺസപ്ഷൻ കൂടുതലാണെങ്കിൽ അതിശയപ്പെടാനില്ല. നല്ല കൊഴുപ്പുള്ള പാൽ. എച്ച് എഫ് പശുക്കൾ നമ്മൾ വളർത്തുമ്പോൾ പൊതുവിൽ നമ്മളുടെ കസ്റ്റമേഴ്സിന് ചിലപ്പോഴെങ്കിലും സംശയം തോന്നും നമ്മൾ വെള്ളം ചേർക്കുമെന്ന്. അത്ര പരിശുദ്ധിയോടെ നമ്മൾ കൊണ്ട് കൊടുത്താലും
നമ്മളുടെ പാലിന് നല്ലൊരു അപ്രീസിയേഷൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല. എന്നാൽ ജേഴ്സി ഫാമുകളിൽ ഇത്തരമൊരു പരാതി കസ്റ്റമറുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ജേഴ്സി പാലിൻ്റെ ഫാറ്റ് നിരക്ക് വളരെ കൂടുതലാണ്, HFനേക്കാൾ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ജേഴ്സി പാല് കുറച്ചുകൂടെ സമൂഹം അംഗീകരിക്കും, നല്ല പാല് എന്ന രീതിയിൽ അംഗീകരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഫാറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ജേഴ്സി പാല് തന്നെയാണ് നല്ലത്. അപ്പോൾ പാലിൻ്റെ പുറത്തുള്ള നമ്മൾ ഫ്ലൂയിഡായിട്ട് ദ്രാവകമായിട്ട് പാല് വിൽക്കുകയാണെങ്കിൽ HF ആയിരിക്കും കൂടുതൽ ക്വാണ്ടിറ്റി നൽകുന്നത്. പക്ഷേ പാലിൻ്റെ ഗുണം എന്ന് പറയുന്നത് ജേഴ്സി പാല് തന്നെയാണ് HF പാലിനേക്കാൾ തീർത്തും മികച്ചത്. പിന്നെ ശരീരഭാരം കുറവാണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും. നമ്മൾ പശുക്കളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ HFനെ കൊണ്ടുവരുന്നതിൻ്റെ അത്രയും ചിലവുണ്ടാകില്ല ജേഴ്സിയെ കൊണ്ടുവരാൻ. ഒരു പക്ഷേ ഒരു 10 HFനെ കൊണ്ടുവരുന്ന സ്ഥലത്ത് നമുക്ക് 12 ജേഴ്സി ചിലപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. ഇതൊന്നും നമ്മളെ വല്ലാതെ ബാധിക്കുന്ന ഘടകങ്ങളല്ല, എങ്കിൽ കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇനി ഇത്രയും പോയിന്റുകൾ വെച്ചിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം, നമ്മളുടെ നാട്ടിലെ പരിതസ്ഥിതിയും കൂടെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. നമുക്ക് ഉള്ള പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നല്ല പശുക്കളെ കിട്ടാനില്ല. ഞാൻ സൂചിപ്പിച്ചു, പശുക്കളിൽ ഫാം തുടങ്ങരുത്, പശു കിടാരികൾ തുടങ്ങണമെന്ന്. അപ്പോൾ പശു കിടാരികളെ, ജേഴ്സി കിടാരികളെ നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല. നല്ല ജേഴ്സി കിടാരികളെ കിട്ടാനില്ല. നല്ല HFനെ നമ്മുടെ നാട്ടിൽ ആരും തരില്ല. അപ്പോൾ ഈ നല്ല പശുക്കളെയും കിടാരികളെയും നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അപ്പോൾ ഒരു മദർ സ്റ്റോക്ക്, ആദ്യത്തെ സ്റ്റോക്ക് എങ്ങനെ വരും? ഇവിടെയാണ് ഞാൻ പറയുന്നത്, കിട്ടാൻ കൂടുതൽ സാധ്യത HFനെ കിട്ടാനാണ്, നല്ല HFനെ കിട്ടാനാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോ കൃഷ്ണഗിരി, ബാംഗ്ലൂർ ഇങ്ങനെ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ കിട്ടാവുന്നതിൽ മികച്ച HF കിടാരികളെ കൊണ്ടുവരിക. അതുതന്നെ ജേഴ്സി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. HF കിടാരികളെ കൊണ്ടുവരിക. അവർ നല്ല ശരീരഭാരമൊക്കെ ഉള്ളവരാണ്. അവരെ കൊണ്ടുവന്ന് എല്ലാ വാക്സിനേഷൻ ഷെഡ്യൂളും എല്ലാം എടുത്തിട്ട് അവരിൽ നമ്മൾ സെക്സ് സോർട്ടഡ് ജേഴ്സി സെമൻ കുത്തിവെക്കുക. അപ്പോൾ അവരുടെ 50% ജേഴ്സി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 50% HFൻ്റെ ഉത്പാദനക്ഷമതയും ജേഴ്സിയുടെ ക്വാളിറ്റിയും നമുക്ക് കിട്ടും. നല്ല ഇമ്പോർട്ടഡ് ജേഴ്സി സെമൻ എന്ന് പറയുന്നത് ഒരു 10,000 ലിറ്ററൊക്കെ പാല് ഒരു ലാക്ടേഷനിൽ കിട്ടുന്ന ധാരാളം ജേഴ്സി പശുക്കളുണ്ട്. അവരുടെ ബുൾ സെമൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 50% ജേഴ്സിയായി. ഇനി നമ്മൾ സാധാരണ ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയും. ഇൻബ്രീഡിങ് തുടരുകയാണെന്നുള്ള ഡിപ്രഷൻ. ഡിപ്രഷൻ്റെ ഓപ്പോസിറ്റാണ് ക്രോസ് ബ്രീഡിങ് വിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് ബ്രീഡ് ആനിമൽസ് ചെന പിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ നമുക്ക് HFൽ ജേഴ്സി സെമൻ കുത്തിവയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ചാൻസ് കൂടുതലായിരിക്കാം. പഠനങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അഥവാ ഇനി എന്ത് തന്നെ ആവട്ടെ, നമുക്ക് ഒരു HF ജേഴ്സി കുട്ടിയെ കിട്ടുകയാണെങ്കിൽ HFൻ്റെ ഉത്പാദനക്ഷമതയും ജേഴ്സി പശുവിൻ്റെ മറ്റ് ബെനിഫിറ്റ്, ഞാൻ ഈ പറഞ്ഞ ബെനിഫിറ്റുകളുള്ള കുട്ടികളുണ്ടാകും. അതിൻ്റെ കുഞ്ഞിൽ കുറച്ചുകൂടെ മികച്ച ജേഴ്സി സെമൻ കുത്തിവയ്ക്കുകയാണെങ്കിൽ 75% ജേഴ്സി ആയി കഴിഞ്ഞു. ഇങ്ങനെ ജേഴ്സി പെർസെൻറ്റേജ് നമുക്ക് കാലങ്ങൾ കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാം. നമ്മൾ ബ്രീഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 30-35 ലിറ്റർ ഫസ്റ്റ് ലാക്ടേഷനിൽ കിട്ടുന്ന ജേഴ്സിയെ കിട്ടാൻ ഒരു 3ാമത്തെ ജനറേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടും. എൻ്റെ ഫാമിൽ തന്നെ 34 ലിറ്റർ ഫസ്റ്റ് ലാക്ടേഷനിൽ കറന്ന ജേഴ്സികൾ 2 എണ്ണമുണ്ട്. ഇപ്പോൾ ജനിച്ച ഒരു ജേഴ്സി കുട്ടി ഒരു 24.7 ലിറ്റർ പാൽ വരെ തന്നു. അതിൻ്റെ കുട്ടിയാണ് ഈ കിടക്കുന്നത്. അത് വേൾഡ് വൈഡ് സയറിൻ്റെ കുട്ടിയാണ്. ഒരു ദിവസം വളർച്ചയുടെ കാലഘട്ടത്തിൽ തുടക്കത്തിൽ 825 ഗ്രാം വരെ വളർന്ന കുട്ടിയാണ്. അവൾക്കിപ്പോൾ 4.5 മാസമേ ആയിട്ടുള്ളൂ. അത് എനിക്കറിയാം. അതിൻ്റെ മദറിന് കിട്ടിയ പീക്ക് തുടക്കത്തിൽ കിട്ടിയത് 25 ലിറ്റർ ആണെങ്കിൽ ബുള്ളിൻ്റെ ക്വാളിറ്റിയും കൂടെ നമുക്ക് വരുമ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 30 ലിറ്റർ പാൽ ഫസ്റ്റ് ലാക്ടേഷനിൽ കിട്ടുമെന്നാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്, നമുക്ക് നോക്കാം. ഇനി ഇതുപോലെ തന്നെ ഈ നിൽക്കുന്നതുമെല്ലാം HFലുണ്ടായ ജേഴ്സി കുട്ടികളാണ്. ഇവരും നല്ലതുപോലെയാണ് വളർന്നു വരുന്നത്. ഇവർക്കും വെയിറ്റ് ഗെയിൻ ഏതാണ്ടൊരു 800 ഗ്രാം ഒരു ദിവസമുണ്ട്. അത് തീർച്ചയായിട്ടും ഫീഡിങ്ങിൻ്റെയൊക്കെ ബെനിഫിറ്റ് തന്നെയാണ്. നല്ലപോലെ ഫീഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റാണ്. അവർ നല്ലതുപോലെ ആഹാരം കഴിക്കും. അവർക്ക് കൊടുക്കുന്നത്
സ്റ്റാർട്ടർ ഞങ്ങൾ തന്നെ ഫാമിൽ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റാർട്ടറാണ്. ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. അത് പുല്ല് തലേന്ന് വാട്ടിയ പുല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. പുല്ലും ഇതുകൊണ്ട് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് അവർ നല്ലപോലെ കഴിക്കുകയും നല്ലപോലെ ഫീഡ് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതട്ടെ. എതിരഭിപ്രായങ്ങളുള്ളവരുണ്ടാകാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഏവർക്കും നല്ലത് വരട്ടെ.